No Chennai Pasam, no cringe and no feel good. ഫ്രം ദി ഡയറക്ടർ ഓഫ് തിര. ഈ ഫ്രം ദി ഡയറക്ടർ ഓഫ് തിര എന്ന് നമ്മുടെ കരമെന്ന് പറഞ്ഞ മൂവിയുടെ ട്രെയിലർ കണ്ടപ്പോൾ എഴുതി കാണിച്ചപ്പോൾ കിട്ടിയൊരു ഗൂസ് ബംസ് ഉണ്ട്. സീരിയസ്ലി പറഞ്ഞാൽ വിനീത് ശ്രീനിവാസൻ എന്ന ഡയറക്ടറിൻ്റെ ഒരുപാട് മൂവീസ് ഫീൽ ഗുഡാണ്. അല്ലെങ്കിൽ ആ ഒരു നമ്മളൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി ഹൃദയമായാലും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യും പോലെ ഒരു ക്രിഞ്ച് എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് പോകുന്നതിനേക്ക് മുമ്പ്, അതായത് അദ്ദേഹം കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ത്രില്ലർ പടം എടുത്തിട്ടുണ്ട്, അതാണ് തിര. ധ്യാൻ ശ്രീനിവാസൻ്റെയൊക്കെ പീക്ക് എന്ന് പറഞ്ഞാൽ പീക്കായിരുന്നു ആ പടത്തിൽ. ആൻഡ് അത് നിർഭാഗ്യവശാലൊന്നും തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതിൽ ശോഭന അവരുടെ ആക്ട്രസിൻ്റെ പീക്ക് പെർഫോമൻസ് ആയിരുന്നു. സീരിയസ്ലി പറഞ്ഞാൽ ഭയങ്കര ഫാനായിപ്പോയി ആ പടം കണ്ടിട്ട്. ആൻഡ് ആ ഒരു പടത്തിൽ അന്ന് ഇപ്പോൾ അത് വിനീത് ശ്രീനിവാസൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഈ റീസെൻ്റ്ലി ഇറങ്ങിയ ഒരു ഇൻ്റർവ്യൂവിൽ അതിൽ പറയുന്നുണ്ട് ഇതുപോലെ അത് ഭയങ്കര ഒരു കുലുക്കമുണ്ട് ആ ഒരു ക്യാമറ ഫ്രെയിമിന്. അത് ഞാൻ അന്ന് നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാലാണ് അന്നത്തെ ആ ഒരു ഫ്രെയിമിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ആക്കാൻ തോന്നിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് 2025 കരം എന്ന് പറഞ്ഞ മൂവി ഇറങ്ങുകയാണ്. ഒരു വലിയൊരു സ്റ്റാർ വാല്യൂ ഒക്കെ വേണമെങ്കിൽ സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള കാസ്റ്റും ക്രൂ ഒക്കെ വയ്ക്കുന്നതിന് പകരം ഒരു പുതിയൊരു പരീക്ഷണം തന്നെയാണ് വിനീത് ശ്രീനിവാസൻ ഈ ഒരു പടത്തിൽ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും സ്ഥിരം ക്ലീഷേ പടമാകാതിരിക്കട്ടെ. കാരണം ഒരുപാട് ലൂപ്പ് ഹോൾസ് നമുക്ക് ഈ ഒരു മൂവിയുടെ ട്രെയിലറിലായാലും ഒരു പാട്ടുണ്ട്, വെൽക്കം ടു ലെനാർക്കോ എന്ന് പറഞ്ഞൊരു പാട്ട്. ഇത് കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ കത്തി. അപ്പോൾ ആ കത്തിയ കാര്യങ്ങൾ ഇതിൻ്റെ സ്റ്റോറി ഇങ്ങനെ ആയിരിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, എന്തിനായിരിക്കാം ഇങ്ങനെ ഒരു ഫൈറ്റ് ആൻഡ് ഒരു സീക്വൻസ്, ഇങ്ങനെ ഒരു ത്രില്ലിങ് എലമെൻറ്റിലോട്ട് ഈ മൂവി പോയത്? എന്തായിരിക്കാം ഒരു ബേസ് കാരണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നായകനെന്ന് പറയുന്നത് ഏതോ ഒരു വലിയൊരു എന്താ പറയുക ഒരു സീക്രട്ട് ഏജൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിലിറ്റൻറ്റ് ഗ്രൂപ്പിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളോ ആയിരിക്കാം. അങ്ങനെയുള്ള ചാൻസസ് വളരെ വളരെ ഹൈ ആണ്. ഇതിനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, വെൽക്കം ടു ലെനാർക്കോ എന്ന് പറഞ്ഞൊരു പാട്ട് ഇറങ്ങിയിട്ടുള്ളത്. അതിൽ ഇങ്ങനെ ന്യൂസിൽ ഒരു വാർത്ത എഴുതി പോകുന്നുണ്ട്. അതായത് ഇതുപോലെ ഉമൈദ് ബിൻ ഷാ എന്ന് പറയുന്ന ഒരു മിലിറ്റൻറ്റിൻ്റെ ഗ്രൂപ്പ് ലെനാർക്കോയിൽ അവരുടെ സ്ലീപ്പർ സെൽസ് എല്ലാം ആക്റ്റീവായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഫാമിലി ആയിട്ടാണ് നമ്മുടെ നായകൻ ഇവിടെ ലെനാർക്കോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് കണക്ട് ചെയ്യാമല്ലോ, ഏതോ ഒരു വലിയൊരു തീവ്രവാദ സംഘടനയുടെ തലവനുമായിട്ട് നമ്മുടെ നായകന് ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട്. ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ആരെങ്കിലേക്ക് തട്ടിക്കാണും, ആൻഡ് അദ്ദേഹത്തിനെ മാത്രം ചിലപ്പോൾ കയ്യിൽ നിന്ന് വഴുതി പോയേക്കാം. അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. സോ അതിൻ്റെ ഒരു റിവെഞ്ച് ആയിരിക്കാം ഇവിടെ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഒരു കണ്ടെടുത്തോളം. ആൻഡ് ആ ഒരു മൂവിയിലെ പാട്ട് കേട്ടപ്പോൾ പാട്ടിലെ മുഴുവൻ സീക്വൻസിലും എന്താണെന്ന് വെച്ചാൽ, ഇവർ ഫാമിലീനെ ആരെങ്കിലും നോക്കുന്നുണ്ടോ, എന്തെങ്കിലും തട്ടിക്കൊണ്ടുപോകാനുള്ള സ്കീമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നായകൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അതെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അടിവരയിട്ട് പറയാൻ പറ്റുന്നുണ്ട്. സെക്കൻഡ് ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഒരു ഡയലോഗുണ്ട്, അതായത് നമുക്ക് ഈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ മറന്നേക്കും, നമുക്ക് പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ. സോ ഈ ഒരു പോയിന്റ് തന്നെ വെച്ചോളൂ. അതായത് ഒന്നുകിൽ ഭാര്യയ്ക്കോ മകനോ, എനിക്ക് തോന്നുന്ന ചാൻസസ് ആർ ഹൈ ഫോർ മകനായിരിക്കും എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നത്. ഒന്നുകിൽ ആ മകനെ തട്ടിക്കൊണ്ട് പോകും, അതിനാണ് ഏറ്റവും കൂടുതൽ ചാൻസസ് ഇപ്പോൾ ഞാൻ കണ്ടെടുത്തോളം കാണുന്നത്. ആൻഡ് ആ ഒരു മകനെ തട്ടിക്കൊണ്ട് പോവുകയും തുടർന്നുള്ള ഒരു വിലപേശലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ ഒരു മാലിക് എന്ന് പറഞ്ഞ് മറ്റേ നമ്മുടെ ആശാൻ്റെ എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിനെയൊക്കെ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ നല്ല രസമുണ്ട് കേട്ടോ. സീരിയസ്ലി പറയാൻ നല്ല രസമുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ഒന്നിൽ ഈ ഉമൈദ് ബിൻ ഷായുടെ ഏതെങ്കിലും ഒരു വിങ്ങിലൊരു മെമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായാലും അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ ആയിരിക്കും. എന്തായാലും അത് ഉമൈദ് ബിൻ ഷാ അല്ലാതെ നമുക്ക് മനസ്സിലാവും. അവിടെ അതാരായിരിക്കും എന്നുള്ളൊരു ഡൗട്ടും ഉണ്ട്. അതെന്തെങ്കിലും ഒരു വലിയൊരു സ്റ്റാർ സ്റ്റഡഡ് കാസ്റ്റ് അവിടെ പ്രതീക്ഷിക്കാമോ എന്നുള്ള രീതിയിൽ അവിടെയും നമുക്കൊരു എന്താ പറയുക ഒരു ഹിൻറ്റ് തരുന്നുണ്ട്. ശരി, അപ്പോൾ ഇതായിരിക്കും കഥ എൻ്റെ ഒരു ഗസ്സിൽ. നിങ്ങൾക്കത് ഇഷ്ടമുള്ള രീതിക്ക് എടുക്കാം. എനിക്ക് എനിവേ നമ്മുടെ നായകൻ എന്തോ ഒരു മിലിറ്റൻറ്റിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സീക്രട്ട് ഏജൻറ്റാണ്. അതിൽ ഇതേപോലെ ഒരു വലിയ ടെററിസ്റ്റിനെ കയ്യിൽ നിന്ന് മിസ്സാവുന്നു. അതിൻ്റെ പേരിൽ ഒരുപാട് ഇവർക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നു. ആൻഡ് ലാസ്റ്റ് ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു ആ ഒരു ഇഷ്യൂവിന് ശേഷം. ഒന്നുകിൽ ചിലപ്പോൾ ആ ഒരു ഏജൻസിയിൽ നിന്ന് അദ്ദേഹത്തിനെ പുറത്താക്കിയേക്കാം, അങ്ങനെ എന്തോ ആവട്ടെ. അതിനുശേഷം ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു, ഫാമിലിയുടെ കൂടെ നിൽക്കുന്നു ഈ ഒരു ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ. ആൻഡ് അതുകൊണ്ട് തന്നെ പുറത്തെവിടെയെങ്കിലും എന്തോ ഒരു ബിസിനസ് മീറ്റിംഗ് ആണെന്ന് തോന്നുന്നു, അതിന് പോകുന്നു, ഭാര്യയുടെ ബിസിനസ് മീറ്റിങ്ങിന്.
ആൻഡ് അവിടെ വെച്ച് മകനെ ആരോ തട്ടിക്കൊണ്ടു പോകുന്നു. അതിനെ കണ്ടുപിടിക്കാനും അതിനെതിരെയുള്ള ഒരു ഫൈറ്റാണ് ഈ ഒരു പടം എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇത് തെറ്റട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. കാരണം തിയേറ്ററിൽ കാണുമ്പോൾ കിടിലമായിരിക്കണം ഈ പടം. വിനീത് ശ്രീനിവാസൻ ട്രാക്ക് മാറ്റിയാൽ പ്രതീക്ഷിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്ന പ്രതീക്ഷയുടെ സ്മി ആൽവൻ സൈനിങ് ഔട്ട്.